മകനെ കൊന്നവർക്ക് ശിക്ഷ കിട്ടിയിട്ടേ അമ്പലത്തിൽ കയറുകയുള്ളൂ എന്ന് ശപഥം ചെയ്ത ഒരമ്മയുണ്ട്. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊലപ്പെടുത്തിയ ഉദയകുമാറിന്റെ അമ്മ. വർഷങ്ങൾ നീണ്ട ആ അമ്മയുടെ പോരാട്ടങ്ങൾക്ക് മേലാണ് ഇന്ന് ഹൈക്കോടതിയുടെ കരുനിഴൽ പോലെയുള്ള വിധി. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ 4 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. 1-ാം പ്രതിക്ക് CBI കോടതി നേരത്തെ വിധിച്ച വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. 2018-ലാണ് CBI കോടതി 2 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത്. ഇതിൽ 2-ാം പ്രതി നേരത്തെ മരിച്ചിരുന്നു. തന്റെ മകന്റെ കൊലപാതക കേസിലെ പ്രതികളായ 5 പോലീസ് ഉദ്യോഗസ്ഥരും കുറ്റക്കാരാണെന്ന് CBI പ്രത്യേക കോടതി അന്ന് കണ്ടെത്തുമ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞ ആ അമ്മയ്ക്കിന്ന് ഹൈക്കോടതി പ്രതികൂല വിധിയാണ് നൽകിയത്. മതിയായ തെളിവുകളില്ലാത്ത കേസിൽ CBI അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. നഗരത്തിലെ പാർക്കിൽ നിന്ന് മോഷണക്കേസ് പ്രതിയോടൊപ്പം കസ്റ്റഡിയിലെടുത്ത കിള്ളിപ്പാലം കീഴാറന്നൂർ കുന്നുംപുറം വീട്ടിൽ ഉദയകുമാർ തുടയിലെ രക്തധമനികൾ പൊട്ടി 2005 സെപ്റ്റംബർ 27 രാത്രി 10:30-യോടെയാണ് മരിച്ചത്. കേരളത്തെ ഇളക്കിമറിച്ച കൊലക്കേസായി അത് മാറി. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം മോഷണക്കുറ്റം ആരോപിച്ച് പിടികൂടിയ ഉദയകുമാറിനെ ക്രൂരമായി ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കി കൊന്നുവെന്നായിരുന്നു CBIയുടെ കണ്ടെത്തൽ. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെന്ന പരാതിയുമായി ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് 2008 ഓഗസ്റ്റിലാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. CBIയുടെ അന്വേഷണം വിചാരണ കോടതി ശരിവെച്ചു. അങ്ങനെയാണ് അന്ന് വധശിക്ഷ ഉൾപ്പെടെയുള്ള വിധി വന്നത്. ഈ വിധി ഹൈക്കോടതി റദ്ദാക്കുമ്പോൾ ആ അമ്മ നിരാശയിലാണ്. എന്നെ കൂടി കൊന്നുകളയൂ എന്നാണ് ആ അമ്മ ഇപ്പോൾ പറയുന്നത്. പ്രഭാവതി അമ്മയുടെ ഏക മകനായിരുന്നു ഉദയകുമാർ. മകൻ 1 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു. പിന്നീട് വീട്ടുജോലികൾ ചെയ്താണ് മകനെ വളർത്തിയത്. കേസിന്റെ തുടക്കം മുതൽ തന്നെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തിയിരുന്നു. പോലീസുകാരായ സാക്ഷികളും മാപ്പുസാക്ഷികളും കൂറുമാറി. പ്രധാന സാക്ഷിയായ സുരേഷ് കുമാർ വിചാരണയിൽ നിസ്സഹരിച്ചു. ഇതെല്ലാം തന്നെ ഉദയകുമാറിന് നീതി ലഭിക്കുന്നതിൽ തിരിച്ചടിയായി. ഉദയകുമാർ കൊല്ലപ്പെട്ട് 20-ാം വർഷത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത്.